ഹലോ. ആ വെച്ചടി കയറ്റം. ആ അതിന്റെ അതെ അതെ അതെ. ആ നമ്മുടെ സർ നമ്മുടെ അല്ലു അങ്കിളിന്റെ പടം. ദുൽഖർ. ആ വരില്ല. പൃഥ്വിരാജ് പിന്നെ അറിയാമല്ലോ നമുക്ക്. പൃഥ്വിരാജ് നേരെ ചെന്നൈക്ക് പോകും, വരില്ല. പിന്നെ ടോവിനായിട്ട് പിന്നെ നമ്മള് നല്ല പരിചയമുള്ളത് കൊണ്ട് ടോവിന് വരില്ല എന്ന് നേരത്തെ വിളിച്ചു പറഞ്ഞത്. ഓക്കെ. നമ്മുടെ അല്ലു അങ്കിളിന്റെ പടം നടക്കുകയാണ് ഇവിടെ. എല്ലാ സെറ്റപ്പുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ വരും. ഈ നിർമ്മാണം അല്ലു അങ്കിൾ കുറച്ചും കൂടി വലിപ്പിക്കായിരുന്നു. അത് വലിപ്പിച്ചോളും. പൂജല്ലേ, എന്തോരം സമയമുണ്ട്. റെഡിയാണല്ലോ. ശരി, 3 ദൈവങ്ങളും കാത്തോളണേ. നിലവിളക്ക് കൺട്രോളറെ എല്ലാം ഓടി നടന്ന് ചെയ്യണം. എന്റെ കുറെ ഫോട്ടോ എടുക്കണം കേട്ടോ. ഞാനാണ് പ്രൊഡ്യൂസർ. ഹലോ. പൂജയാണ്. ആദ്യമായിട്ട് ഞാൻ നിർമ്മിക്കുന്ന ഒരു സിനിമയാണ് വെച്ചടി കയറ്റം. ഈ സിനിമ കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒന്ന് വെച്ചടി എവിടെ ഹീറോ പൊന്നോ. ഈ പടം അങ്ങോട്ട് ഇറങ്ങിയാണ്ടല്ലോ, അതുപോലെ തന്നെ ആവും കേട്ടോ. ഡയാന ഇവിടെ. എവിടെയായിരുന്നത്? അങ്കിൾ ആദ്യമായിട്ട് നിർമ്മിക്കുന്ന ഒരു സിനിമയാണ്. ചാടി നിൽക്കണ്ടേ? നമസ്കാരം. പിന്നെ എല്ലാം ഓക്കെ ആണല്ലോ? നന്നായിട്ട് ആഗ്രഹിക്കണം കേട്ടോ. സൂപ്പർ ആകണം. പിന്നെ അതെ, അതെ, എനിക്ക് ഇന്നത്തെ പൂജ കഴിഞ്ഞിട്ട് നാളെ എന്റെ വീടിന്റെ ഭൂമിയുടെ പൂജ നടത്താനായിട്ട്. നാളത്തെ തന്റെ വീടിന്റെ പൂജ, ഭൂമിയുടെ പൂജ ഞാൻ ഇന്ന് വെച്ചതാണ്. ശരിക്കും പടത്തിന്റെ പൂജ ഉള്ളതുകൊണ്ട് പൂജ നാളേക്കും. സ്റ്റില്ലെല്ലാം കറക്റ്റ് ആയിട്ട് എടുക്കണേ കേട്ടോ. എല്ലാം കിത്തനെ ഇന്ത്യ ആണല്ലോ. എനിക്ക് ഇന്ത്യ അറിയാമല്ലോ. പറഞ്ഞ് മനസ്സിലാക്കണം. 500 രൂപ കുറവാണ്. 500 നമ്മുടെ പടത്തിന്റെ നായകനാണ്. നമ്മള് എത്രക്കാണ് നിങ്ങൾ മുഹൂർത്തം വെച്ചേക്കുന്നത്? 11 മണിയാണ്. കാരണം നമുക്ക് ഇത് കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡില് നമ്മുടെ എപ്പിസോഡിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്താനുള്ളതാണ്. അതിനിടയിൽ നമ്മുടെ സിനിമയും കൂടി ചേർത്ത് അല്ല, രണ്ടും കൂടെ ചേർത്ത് വേണ്ട. ഞങ്ങളുടെ എപ്പിസോഡ് ഞങ്ങൾ വേറെ ആയിട്ട് തന്നെ ചെയ്തോളാം. പിന്നെ അല്ലു അമ്മാവൻ നമ്മുടെ അങ്കിള് നമ്മുടെ ഒരാളായോണ്ട് നമ്മളങ്ങ് സമ്മതിക്കുന്നേ. എല്ലാരും വിളിച്ചിട്ടുണ്ട്. എല്ലാരും പിന്നെ ഡയാന റെഡിയാണല്ലോ. നമ്മുടെ ഈ നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ ആലിശാന്റിയെ വിളിച്ചോ? അയ്യോ, അവളെ വിളിച്ചു പറഞ്ഞില്ല. അത് മോശം. നമ്മളൊരു നല്ല ദിവസമായിട്ട് ഭാര്യയെ വിളിക്കാതെ നീ അല്ലു അങ്കിൾ ഇത്രയും ചെയ്തല്ലേ? ഞാനത് അങ്കിൾ അത് അല്ല, അത് വളരെ മോശമായി പോയി. വിട്ടുപോയി. ആലീസ് മോളെ, എന്താ? തിരുമേടെ പൂജയാണ്. എന്തായാലും ചെയ്യും. സന്തോഷമല്ലോ. അവരുടെ ഒരു പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. ഞങ്ങൾ കേട്ടായിരുന്നു കേട്ടോ. എന്നാ പിന്നെ നമുക്ക് തിരിഞ്ഞളിക്കാം അല്ലേ? തിരുമേനി ബോലോ. ഹിന്ദിയാ ബംഗാളിയാ? 500 കൊടുത്താൽ മതി. മറ്റവർക്ക് 1100 ഞാൻ നിർമ്മാതാവ്. വിളക്ക് प्रॉब्लम नहीं है क्या? इसके बाद वो शवरमा के कड़ा में आप में जाता हूँ. ओके. വലിയ പുള്ളിയാണ്. കൈയടിക്കും. നായകൻ വേണമെങ്കിൽ കത്തിക്കാം. ആരാണ് സത്യത്തിൽ ഫുള്ളും കത്തിക്കേണ്ടത്? കാശ് മുടക്കണ ഞാനാണ്. നമ്മുടെ പയ്യനെ സാറിന്റെ ഫാൻസുകാർ 2 ഫ്ലക്സ് നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഷൂട്ട് കഴിഞ്ഞാൽ എടുക്കുവേ, ചോർച്ചയ്ക്ക് വെക്കാൻ. ഓക്കെ സാർ. അങ്കിള് തന്നെ സർവ്വ ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചെയ്തോളൂ. അല്ല, എന്റെ അങ്കിളായിട്ട് എന്നെ നായിക ആക്കിയില്ല. അങ്കിളിന്റെ പടം വിജയിക്കണമെന്ന് ആഗ്രഹമില്ല. ഞാൻ അടുത്ത പടത്തിൽ ഡയാനാണ് നായിക. ഓക്കെ, അടിച്ചോ. ഓക്കെ, അപ്പൊ എല്ലാം നന്നായി കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. അപ്പം ശരിയെന്നാ നമ്മൾ നമ്മുടെ എപ്പിസോഡിലോട്ട് ഒന്ന് കടന്നോട്ടെ. എന്തോ അതായത് നമ്മുടെ പടത്തിന്റെ പൂജയാണല്ലോ. ഒരു ചെറിയ റിക്വസ്റ്റ്, ഒരു ചെറിയൊരു ബൈറ്റ് നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് പെട്ടെന്ന് ആൾക്ക് പോകാൻ തിരക്കുള്ള. നമസ്കാരം. ഞാനിപ്പോ നിൽക്കുന്നത് അല്ലു അങ്കിള് നിർമ്മിക്കുന്ന വെച്ചടി കയറ്റം എന്ന് പറയുന്ന സിനിമയുടെ പൂജ ലൊക്കേഷനിലാണ്. ഡയറക്ടർ സുരേഷ് കുമാർ ആണ് ഡയറക്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇതിന്റെ നായകൻ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനായിട്ടുള്ള, ഇതിനു മുമ്പും പല വേഷങ്ങളിൽ ചെറിയ വേഷങ്ങളാണ് അദ്ദേഹം സിനിമയിൽ ചെയ്തിട്ടുള്ളെങ്കിലും ഈ സിനിമയിലാണ് അദ്ദേഹം ഒരു മുഴുനീള കഥാപാത്രം ചെയ്യുന്നത്. ഒരു വളരെ മികച്ച ഒരു പ്രതിഭയാണ്. അതിന്റെ പേരെന്നാ? അനീഷ് കുമാർ. ഈ സിനിമ കഴിഞ്ഞാൽ നല്ല പേരായിരിക്കും. ആയിക്കോട്ടെ. എനിവേ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
മാത്രമല്ല അപ്പൊ നിങ്ങളുടെ പൂജയും പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ. ഓക്കെ, ഞാൻ ഇനി എന്റെ എപ്പിസോഡിലോട്ടൊന്ന് കടന്നോട്ടെ. വൺസ് അപ്പോൺ എ ടൈമിന്റെ അപ്പൊ ഒന്ന് നീങ്ങുന്നുള്ളൂ. ഓൾ ദ ബെസ്റ്റ് കേട്ടോ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഫൺസ് അപ്പോൺ എ ടൈമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ എപ്പിസോഡ് വ്യക്തിപരമായി വളരെ സന്തോഷം തോന്നുന്ന ഒരു എപ്പിസോഡാണ്. ഇന്നിവിടെ ഒരു സിനിമയുടെ പൂജ നടക്കുന്നു. ഏകദേശം 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു. മണിയമ്പള രാജചേട്ടനായിരുന്നു അതിന്റെ നിർമ്മാതാവ്. പഞ്ചവർണ്ണ തത്ത എന്നു പേരുള്ള ആ സിനിമ സംവിധാനം ചെയ്യുന്ന ഞാൻ ആദ്യമായി ക്യാമറ, റോൾ, ആക്ഷൻ, കട്ട് ഈ എല്ലാം പറയുന്നത് മലയാളത്തിലെ ഒരു പ്രഗത്ഭനായ നടന്റെ മുഖത്ത് ക്യാമറ വെച്ച ശേഷമാണ്. അതിൻ്റെ ഒരു ഐശ്വര്യം ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. നല്ല നർമ്മം വിളമ്പിക്കൊണ്ട് മലയാളികളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് നടന്നു കയറി ഇന്നും അവിടെ ഒരു കസേരയിട്ടിരിക്കുന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ബഹുമാനിക്കുന്ന, നമ്മളെല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന ആ നടനാണ് ഇന്ന് വൺസ് അപ്പോൺ എ ടൈമിൽ നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത്. ഏറെ സ്നേഹത്തോടെ, ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ജനാർദ്ദനൻ ചേട്ടൻ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇതിനു മുമ്പ് ഒരു തവണ ഈ ഫൺസ് അപ്പോൺ എ ടൈമിൽ ചേട്ടനെ കൊണ്ടുവന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു, വിളിച്ചിരുന്നു. പക്ഷേ സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് അന്ന് നടന്നില്ല. ഇന്ന് വന്നു. ഞാൻ പറഞ്ഞല്ലോ, വളരെ സന്തോഷമുണ്ട്. ജനാർദ്ദൻ ചേട്ടന്റെ മുഖത്ത് ആക്ഷൻ പറഞ്ഞാണ് ഞാനൊരു സംവിധായകനായത്. അപ്പൊ ഞാനിത് ചെയ്ത് കഴിഞ്ഞാണ് അറിഞ്ഞത് സിനിമയിൽ വർഷങ്ങളായ ഒരു വിശ്വാസമുണ്ടത്രേ ജനാർദ്ദൻ ചേട്ടനെ വെച്ച് ഷൂട്ട് ചെയ്താൽ ആ സിനിമ 100 ദിവസം ഓടുന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരിക്കുമെന്ന്. ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ 2020 എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ഷോട്ട് ആ വിശ്വാസത്തിൽ ജനാർദ്ദൻ ചേട്ടന്റെ മുഖത്ത് ക്ലാപ്പടിച്ചാണ് തുടങ്ങിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വിശ്വാസത്തെ കുറിച്ച് ജനാർദ്ദൻ ചേട്ടൻ എന്ത് പറയുന്നു? എനിക്ക് വിശ്വാസമില്ല. ഈ പറഞ്ഞ കാര്യം സത്യമാണ്. എന്നെ വെച്ച് ഒരുപാട് പടങ്ങൾക്ക് ഓപ്പൺ ഷോട്ട് എടുത്തിട്ട് ആ പടങ്ങളൊന്നും ഇതുവരെ താഴെ പോയിട്ടില്ല, നന്നായിട്ടില്ല വന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നത് നമ്മുടെ ജന്മസമയവും ഭാഗ്യവും കൊണ്ടായിരിക്കാം ഒരു പക്ഷേ. മാത്രല്ല ചിലപ്പോൾ ജനാർദ്ദൻ ചേട്ടൻ അഭിനയിക്കുന്ന ഒരു സിനിമ ഏറ്റവും നന്നാവണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. ഞാൻ ഈ വിളക്ക് കൊളുത്താൻ പോകുമ്പോഴും ഓപ്പൺ ഷോട്ട് നിൽക്കുമ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ആരാധിക്കുന്ന എല്ലാ ദൈവങ്ങളെയും മനസ്സ് വിചാരിക്കും, എൻ്റെ അച്ഛനെയും അമ്മയും വിചാരിക്കും. എന്നിട്ടേ ഞാനിത് ചെയ്യുള്ളൂ, ഈ കൃത്യം ചെയ്യുള്ളൂ. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു വരദാനമായിരിക്കാം ഇത് എന്ന് ആണ് ഞാൻ കരുതുന്നത്. ദൈവാധീനം കൊണ്ട് ഇതുവരെ അതിനൊരു മുടക്കമുണ്ടായിട്ടില്ല. ഈ പറഞ്ഞതുപോലെ എല്ലാ ചിത്രങ്ങളും വിജയിച്ചിട്ടുമുണ്ട്. ഇതാണ് സത്യം. ഞാൻ കണ്ടിട്ടുള്ള മിമിക്രിക്കാരിൽ 99% ആൾക്കാരുടെയും മിമിക്രി തുടങ്ങുന്ന ആദ്യത്തെ ശബ്ദം അതിനും ജനാർദ്ദൻ ചേട്ടനും കാരണമാണ്. ഈ മിമിക്രിക്കാരൊക്കെ പിന്നീട് വലിയ ആൾക്കാരായിട്ടുണ്ടെങ്കിലും മിമിക്രി പഠിക്കുന്ന കുട്ടികളുടെയും ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ഇര എന്ന് പറയുന്നത് ജനാർദ്ദൻ ചേട്ടനാണ്. എനിക്ക് തോന്നുന്നത് അനുകരണത്തിന് ഏറ്റവും പറ്റിയ ഒരു ശബ്ദമായിരിക്കാം. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഈസിയായിട്ട് ചില ആളുകളുടെ ശബ്ദമൊന്നും അനുകരിക്കാൻ പറ്റുന്നുമില്ല. ഇത് ഈ പാറപ്പുറത്ത് ഒളിച്ചുപുറത്ത് ശബ്ദമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഇത് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടായിരിക്കാം. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞിട്ടുള്ള ഡയലോഗുകളൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ഡിക്ഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് ചെയ്തു കഴിയുമ്പോൾ അതിന് ക്ലാപ്സ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ആ സാധുത വെച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഡയലോഗുകളൊക്കെ ഈ മിമിക്രിക്കാർ പറഞ്ഞിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് എടുത്തു പറയാനാണെങ്കിൽ കോട്ടയം നസീറാണ് ഏറ്റവും കൂടുതൽ അനുകരിച്ചിട്ടുള്ളത്, നമ്മളെ പറ്റി അനുകരിച്ചിട്ടുള്ളത്. ഇത് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവര് ഈ കോട്ടയം നസീർ ചെയ്യുമ്പോൾ അത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ ഒരു പടത്തിന് ഡബ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് എന്റെ ഡയലോഗ് ഡബ് ചെയ്തു. എനിക്ക് പോലും തിരിച്ചറിയാൻ പറ്റിയില്ല. അതെ, അല്ല നസീറൊക്കെ ചെയ്യുന്നതിനകത്ത് ജനാർദ്ദൻ ചേട്ടന്റെ പഴയകാലം, ഇടക്കാലം, പുതിയ കാലം എന്ന് പറഞ്ഞ എല്ലാം ചെയ്യുമായിരുന്നു. നസീറിനുള്ള വിശേഷം വെച്ചാല് ഇതൊരു തമാശയായിട്ട് എടുത്തിട്ടല്ല, ഇത് വളരെ സൂക്ഷ്മമായി പഠിച്ച ശേഷമാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ വിജയം. ഒരു വൈഡ് പ്രോഗ്രാം പറഞ്ഞാൽ എന്റെ 58 എപ്പിസോഡ് എന്നെ വെച്ച് മാത്രം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുള്ള. ജനാർദ്ദൻ ചേട്ടന് ഇഷ്ടമല്ലാത്ത മലയാളികളില്ല. സന്തോഷം അല്ലെ? ചില നടന്മാർക്ക്, അത് സൂപ്പർ താരങ്ങൾക്ക് വരെയുണ്ട്, ഇഷ്ടമുള്ള കുറെ ആളുകൾ, ഇഷ്ടമില്ലാത്ത കുറെ ആളുകൾ. പാട്ടുകാർക്കുണ്ട് ഇഷ്ടമുള്ള ആളുകൾ, ഇഷ്ടമില്ലാത്ത ആളുകൾ. പക്ഷെ ജനാർദ്ദൻ ചേട്ടനെ പോലെ ഒരു നടൻ വരുമ്പം ഏത് മലയാളിയോട് ചോദിച്ചാലും ജനാർദ്ദൻ ചേട്ടനെ അവർക്ക് ഇഷ്ടമാണ്. അതൊരു വലിയ ഭാഗ്യമാണ് എപ്പോഴും കിട്ടുന്നത്. അത്തരത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള, എല്ലാവരും സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ഒരുപാട് തവണ പല പല തമാശകളിലൂടെ നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള മലയാളികളുടെ മഹാനടൻ ജനാർദ്ദനൻ ചേട്ടന്റെ സാന്നിധ്യം നമ്മളെ ഏറെ സന്തോഷം ഉണ്ടാക്കുന്നതാണ്. വന്നതിന് വളരെ നന്ദി. ഇനി നമുക്ക് അങ്ങോട്ടിരിക്കാം. എന്തോ വെച്ചടി കയറ്റത്തിന്റെയും ഫസ്റ്റ് ഷോട്ട് ക്യാമറ സാറിന്റെ മുഖത്ത് വെച്ചോട്ടെ എന്ന് ചോദിക്കും. ഇല്ലില്ല, അദ്ദേഹത്തിന് നിങ്ങൾ വേഷം പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം അഭിനയിക്കാത്ത പടങ്ങളിൽ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം നിൽക്കാറില്ല. എല്ലാരും വേണമെങ്കിൽ ഒന്ന് കൂടെ ഒന്നൊരു ഫോട്ടോ എടുത്തോളൂ ജനാർദ്ദന്റെ കൂട്ടത്തില്. ഓക്കെ, വരും.
ഓക്കെ, താങ്ക് യു. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇരിക്കാം. ഓക്കെ. ആ കൺട്രോളറെ നിങ്ങൾ എല്ലാവരും പൊക്കോ, എല്ലാവരും പൊക്കോ. കാരണം 11 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോട്ടലിൽ അഡീഷണൽ ബില്ല് പിറ്റേ ദിവസം കയറും. എല്ലാവരും പൊക്കോളൂട്ടോ. അതെ, നമുക്ക് നമ്മുടെ എപ്പിസോഡ് തുടങ്ങേണ്ടതായിട്ടുണ്ട്. സോറി ഞങ്ങൾ സ്റ്റില്ല തിരുമേനി എല്ലാരും പൊക്കോ കേട്ടോ. എല്ലാവരും വിട്ടോ, എല്ലാവരും ഷൂട്ടിന് കാണാം. പൈസ കൊടുത്തു. അപ്പൊ നമ്മുടെ പൂജ ഗംഭീരമായിരുന്നു. അതെ കുഴപ്പമില്ല. സാർ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതെ, പക്ഷെ പ്രതീക്ഷിച്ച ആരും വന്നില്ല. അപ്പൊ ആ കണക്കും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അന്നാമത്തെ കണക്ക് അന്നാന്ന് തന്നെ സാറിനെ ഏൽപ്പിക്കണം കേട്ടോ. കണക്കൊക്കെ പിന്നെ പോരെ. അത് ശരിയാവില്ല. പിന്നെ നിങ്ങൾ എന്നെ കള്ളാന്ന് വിളിക്കില്ലേ? അതെ കൊടുത്തേക്ക്. കാരണം വെച്ചാൽ അത് ഇനി അത് വേറൊരു പ്രശ്നങ്ങളിലേക്ക് വരരുത്. എണ്ണത്തിരി 17 രൂപ. 17 എന്തിനാണോ ഈ 17 രൂപയുടെ കണക്കൊക്കെ എഴുതി വെക്കുന്നത്? സാറേ 17 ആയാലും 7 ആയാലും 1 ആയാലും കണക്കായിരിക്കും. ചന്ദനത്തിരി 100 രൂപ. ആ കുഴപ്പമില്ല. എഴുതേ. കൽക്കണ്ടം 27,000 രൂപ. അതെന്തിനാ 27,000 രൂപയുടെ കൽക്കണ്ടം? പൂജയല്ലേ, പൂജയ്ക്ക് കൽക്കണ്ടം വേണം. തന്റെ ഭൂമി പൂജ കഴിഞ്ഞിരിക്കുവാണല്ലോ. അല്ല, അത് നാളെയാണ് പൂജ. ആ വീടിന്റെ തറ ഉദ്ദേശിച്ചിരിക്കുന്നത് കൽക്കണ്ടം കൊണ്ടായിരിക്കും. സാറെ തെറ്റിദ്ധരിച്ച് അങ്ങനെ പറഞ്ഞു. ആ, ഓക്കേ. 27,000 രൂപ. ഉണക്കമുന്തിരി. ആ ഉണക്കമുന്തിരി നമ്മൾ ഇതിനകത്ത് ഇട്ടല്ലോ. 87,000 രൂപ. 87,000. ഇതെന്ത് കണക്കാണ്? ഉണക്കമുന്തിരിയൊക്കെ ആരെങ്കിലും 87,000 രൂപക്ക് വാങ്ങിക്കുവോ? സാറെ കണക്കായിരിക്കണം. അങ്ങനെയാണെങ്കിൽ 1 കിലോ പച്ചമുന്തിരി 50 രൂപക്ക് വാങ്ങി ഞാൻ ഉണക്കി തരുമായിരുന്നല്ലോ. ഞാൻ ഉണക്കി തരുമായിരുന്നു. നായിക വയ്ക്കാൻ മതിയായിരുന്നു. എന്റെ പൊന്നു സാറെ, അതൊക്കെ പച്ചമുന്തിരി മേടിച്ച് ഉണക്കി കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ നമ്മുടെ പൂജയുടെ മുഹൂർത്ത സമയം കഴിയും. ശരി നമുക്ക് സമയമാണ് വലുത്. തന്റെ വീട്ടില് കോൺക്രീറ്റിന് മെറ്റലായിട്ട് ഉപയോഗിക്കുന്നത് ഉണക്കമുന്തിരിയാണോ? എന്താണ് സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഇങ്ങനെ വിശ്വാസമില്ല. അവലും മലരും കദളിപ്പഴവും 1,80,000 രൂപ. അതെന്നെ നടക്കണോ സാറെ? എന്താണോ ഇതിന് മാത്രം വിലയുള്ള അവലും മലരും കദളിപ്പഴം? എവിടെയാണ് കദളിപ്പഴം? ഈ കദളിപ്പഴവും ഈ അവലും മലരിനും 1,87,000 രൂപ. സാറെ കണക്കായിരിക്കണം. അതുകൊണ്ടല്ലേ ശബരിമല 41 ദിവസം തുറന്നു വെച്ചാൽ പോലും ഇത്രയും രൂപക്ക് വാങ്ങിക്കൂല. ഏത് ഹോട്ടലാണോ നമ്മൾ വാങ്ങിച്ചത്? അത് വാങ്ങിച്ച നമ്മൾ താമസിച്ച ഹോട്ടലിലെ ബില്ല്. അത് താമസിച്ചാണോ? 13,75,000. പിന്നെ വന്ന ആളുകൾക്ക് അക്കോമഡേഷൻ കൊടുക്കണ്ടോ? അവരെ റോട്ടിൽ നിർത്താൻ പറ്റുള്ളൂ. ട്രാവൽ എക്സ്പെൻസ് 27,81,000 രൂപ. ഇവിടെ ഈ വന്നവരെല്ലാം അവരവരുടെ സ്വന്തം വണ്ടിക്കല്ലേ വന്നത്, പിന്നെ എങ്ങനെയാണ് ട്രാവൽ എക്സ്പെൻസ്? സാറേ അതെന്താന്ന് വെച്ചാൽ ദുൽഖർ സൽമാൻ ചെന്നൈയിൽ, അവിടെ നിന്ന് അവർക്ക് കാറിന് വരാൻ പറ്റില്ലല്ലോ, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുത്തു. മമ്മൂക്കനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ മമ്മൂക്ക ഹൈദരാബാദ്, മമ്മൂക്കയ്ക്ക് കാറിന് ഓടിച്ച് വരാൻ പറ്റില്ലല്ലോ, അവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുത്തു. കമലഹാസനെ വിളിച്ചു, ചെന്നൈയിലാണ്, അവർക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു. ലാലേട്ടനെ വിളിച്ചപ്പോൾ ലാലേട്ടൻ ദുബായില്, ലാലേട്ടന് നമ്മൾ ദുബായിൽ നിന്നും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുത്തു. പക്ഷെ ഇവരാരും വന്നില്ലല്ലോ. വന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യം ടിക്കറ്റ് എടുത്തു കൊടുത്തില്ലേ, കാശ് കൊടുക്കണ്ടേ? ഇത് എന്ത് കഥ നമ്മള്? എനിക്ക് പക്ഷെ വണ്ടിക്കൂലൊന്നും തന്നില്ല. എനിക്ക് വണ്ടിക്കൂലി തന്നില്ല. താര അലമ്പുണ്ടാക്കല്ലേ. ഒരു ആശ്വാസത്തിന് തീപ്പെട്ടി 850 രൂപ. 850 രൂപയുടെ തീപ്പെട്ടി എനിക്കൊന്ന് കാണാമല്ലോ. അത് ഏത് തീപ്പെട്ടിയാണ്? എന്താണ് കൺട്രോളർ ഇത്? 2 രൂപയിലുള്ള തീപ്പെട്ടി എനിക്കറിയാം. അതെ, തീപ്പെട്ടിക്ക് 2 രൂപ ഉള്ളൂ. പക്ഷെ അത് മേടിക്കാൻ പോയത് കാറിനാണ്. ഫ്ലൈറ്റ് പിടിച്ച് പോകാനത് കാര്യമായി. ആകെ മൊത്തം 99,99,999 രൂപ 50 പൈസ. ഞാനേ സാറേ, ഞാൻ എന്നെ തന്നെ സ്വയം പൊക്കി പറയല്ല. എനിക്കൊരു കൺട്രോൾ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇത് ഒന്നില് ഒതുക്കുമെന്ന് എനിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഒന്നിൽ ഒതുക്കുമെന്ന്. ഞാനാണല്ലോ കൺട്രോളർ. എന്തിനാണ് ആ തീരുമാനം നടത്തിയത്? ഒരു 50 പൈസയും കൂടി കൂടുതൽ ചെലവാക്കി 1 കോടി തികക്കാൻ പാടില്ലായിരുന്നു. അല്ല സാറേ, കണക്കായിരിക്കണം. 50 പൈസയാണെങ്കിലും നമ്മൾ മിച്ചം വെക്കുന്നത്, നമ്മൾ മിച്ചം വെച്ചാലേ സിനിമ മുന്നോട്ട് പോകും. ഒരു കാശും അനാവത്തായിട്ട് നമ്മൾ കളയാൻ പാടില്ല. കണക്കായിരിക്കണം. പിന്നെ ഇതിന്റെ സർവീസ് ചാർജ് ആയിട്ട് എനിക്കൊരു 1000 രൂപ തരണം. അയ്യോ പാവം കൺട്രോളർ, ഇത്രയും സാധനം വാങ്ങിച്ചപ്പോ 10 പൈസ പോലും കമ്മീഷൻ മേടിക്കാത്ത സ്ഥിതിക്ക് എത്രയാണ് പറഞ്ഞത്? 1000. എടുത്തോ, അതും കൂടി എടുത്തോ. എന്തിനു കുറക്കണ്? ഈ ചെറിയ സിനിമക്ക് വെച്ചടി കയറ്റി 1 കോടിയാക്കി തന്ന നിങ്ങൾ ഈ സിനിമ തുടങ്ങിക്കഴിഞ്ഞാ എന്തോരം കയറ്റി എത്ര കോടിയാക്കുമെന്ന് ആർക്കറിയാം? എന്നാ കുളിപ്പിച്ച് കിടത്തും. ഷാരടി, ഈ സിനിമയുടെ ആദ്യത്തെ പേര് ഭ്രമണപഥം എന്നായിരുന്നു. അപ്പൊ ഞാനൊരു ന്യൂറോളജിനെ പോയി ചോദിച്ചപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ, ആ പുള്ളി പറഞ്ഞ് പേര് മാറ്റണം, വെച്ചടി കയറ്റം കിട്ടുന്നു, വെച്ചടി കയറുന്നു. പക്ഷെ ഇവന്മാരെ വെച്ച് ഞാൻ ഈ സിനിമ ചെയ്താ ഞാൻ വെച്ചടി താഴും. എന്റെ ദൈവങ്ങളെ, ഈ സമയമില്ലാത്ത സമയത്ത് നിങ്ങളെ 3 പേരെയും ഗ്രൂപ്പായിട്ട് വിളിച്ചു വരുത്തി സമയം കളഞ്ഞതിന് സോറി ചോദിക്കുന്നു.
അങ്ങനെ നമ്മുടെ അല്ലു അങ്കിളിന്റെ വെച്ചടി കയറ്റം പാക്കപ്പ് ആയെങ്കിലും ഫൺസിന്റെ ഷൂട്ട് നമ്മൾ ഒരിടത്തും പാക്കപ്പ് ആകുന്നില്ല. നമ്മൾ കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തെ സ്റ്റാൻഡപ്പ് പെർഫോമൻസിലേക്ക് കടക്കാൻ പോവാണ്. ആൻഡ് വി ഹാവ് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ മനീഷ് മണി ടു പെർഫോം. ലെറ്റ്സ് വെൽക്കം മനീഷ് മണി ഓൺ ടു ദിസ് ഫ്ലോർ. സ്വാഗതം. സുഖല്ലേ? പിന്നെ സുഖം. ഇന്നെന്താ കോട്ടൊന്നും ഇടാണ്ട് ഹുഡിയൊക്കെ ഇട്ട് വന്നേക്കുന്ന? കുറച്ച് സ്ലിം ആയി പോയി, അതുകൊണ്ട് പിന്നെ ഒരു പയ്യൻ ലുക്കിലേക്ക്. ഓക്കെ ശരി. ജനാർദ്ദൻ സർ, ഇത് മനീഷ് മണി സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ്. മനീഷ് ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഗംഭീര പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ആളാണ്. മിമിക്രിക്കാരനാണ് അല്ലേ? അതെ. കോമഡി മനസ്സിലാക്കാൻ കോമഡി മനസ്സിലാക്കാനുള്ള അതെ. അപ്പൊ മനീഷ് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യും. ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും വലിയൊരു നമസ്കാരം. പിഷാരി ബ്രോ, അറിയാലോ ഞാനൊരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ തിരക്കുള്ള സമയത്തൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു സംഭവമാണ് കൗണ്ടർ കുറവാണ്, കൂടുതൽ കൗണ്ടറുകൾ വേണമെന്ന്. അത് കേട്ട് നമ്മളിവിടെ പ്രോഗ്രാമിന് വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ഗ്രൂമേഴ്സും പറയുവാണ് കൗണ്ടർ കുറവാണ്, കൂടുതൽ കൗണ്ടർ വേണം. അപ്പം ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നാൾ തമിഴ്നാട് ഒരു ഉൾഗ്രാമത്തിലേക്ക് പോയി ഒരു പെരിയ കൗണ്ടറുടെ അടുത്ത് പോയി നിന്നു. ഒരാഴ്ച നിന്നു. പക്ഷേ പുള്ളി പോരാട്ടോ. പുള്ളി എന്നെക്കാളൊക്കെ ലോവർ ലെവലിലുള്ള കൗണ്ടറുകളാണ് പറയുന്നത്. അപ്പോൾ പുള്ളിയുടെ നിലവാരം ഒന്ന് ആലോചിച്ച് വെക്കണേ. പക്ഷെ ഒരാഴ്ച നിന്നപ്പോഴത്തേക്ക് എനിക്ക് അവിടുന്ന് വേറൊരു തല്ലിപ്പൊളി കൗണ്ടർ കിട്ടി. കാരണം ആ വീടിൻ്റെ തൊട്ടപ്പുറത്ത് പുള്ളി ഒരു കളരി മർമാണി ചികിത്സാ കേന്ദ്രം നടത്തുന്നുണ്ട്. മ്യൂസിക് തെറാപ്പി കൊണ്ടേ നടുവേന ക്ലിയറാണ്. നമ്മൾ മ്യൂസിക് തെറാപ്പി എന്ന് കേട്ടിട്ടില്ലേ? പക്ഷെ അത് ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരിക്കലും മെൻ്റലി അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ നടുവിന് ചെയ്യാൻ പറ്റും എന്നുള്ളവരെ അറിയത്തില്ല. അതൊരു പാട്ട്, നമ്മുടെ വളരെ കോമൺ ആയിട്ടുള്ള പാട്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണേ. ഞാൻ ചെന്നപ്പോഴത്തേക്ക് ആദ്യം തന്നെ നടു തീരെ വയ്യാത്തൊരു പുള്ളിയോട് പാട്ടം കിട്ടി കൊടുത്തു. ഏത് പാട്ടെന്നറിയാമോ? ഈ പാട്ട്. നീ സാമി സാമി എന്ന് വിളിച്ചാൽ സാമിയോടെന്ന് പറഞ്ഞി തോന്നി, സാമി 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 സാമി. അപ്പൊ പുള്ളിക്ക് അത്യാവശ്യം ഓക്കെ ആയി. മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും പുള്ളിക്ക് അത്യാവശ്യം ഫ്ലെക്സിബിൾ ആയി. അപ്പോഴത്തേക്കും ദേവന് അടുത്ത ട്രെൻഡിങ് സോങ് പൊളിയാട്ടോ. പുള്ളി നന്നായിട്ട് ചെയ്ത് രതി പുഷ്പം പൂക്കുന്ന യാമം, കിടിലൻ സാധനം. പുള്ളി ലെവലായി. അവസാനം നടുവൊക്കെ ശരിയായി കഴിഞ്ഞിട്ട് ആഘോഷിക്കുക. അതും ഈ നടു വെച്ചിട്ടാ. മലമ പിത്ത പിത്താത്തേ മലമ പിത്ത പിത്താത്തേ മലമ പിത്ത പിത്താത്തേ മലമ പിത്താത്തേ. ഇപ്പൊ ഞാൻ ആലോചിക്കുക, പണ്ടൊക്കെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ തലയ്ക്കാണ് കിക്ക്, ഇപ്പോഴത്തെ പാട്ട് കേട്ടാ നടുവിനാണ് കിക്കോ. ശരിക്കും പറഞ്ഞാൽ കൗണ്ടർ കിട്ടാത്തതിന് ഞാൻ ഒന്ന് ആലോചിച്ചപ്പോഴത്തെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ കൗണ്ടർ ശാപാന്ന് തോന്നി. കാരണം ഞാൻ പണ്ട് മുതലേ എന്ത് ടിക്കറ്റ് മേടിച്ചാൽ ഈ കൗണ്ടർ ഒരു ബഹുമാനവും ഇല്ലാണ്ട് വലിച്ചു കയറി പള്ളയിട്ട് കളയും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ കൗണ്ടർ ശാപം കിട്ടിയത്. ഞാൻ പിന്നെ എല്ലാ ടിക്കറ്റിൻ്റെയും കൗണ്ടർ ശേഖരിച്ചിട്ട് അവസാനം തലേണയുടെ അടിയിൽ വെച്ച് കിടന്ന് ഉറങ്ങി നോക്കി. എന്നിട്ടും കൗണ്ടർ വലിയ കാര്യമായിട്ട് കിട്ടിയൊന്നുമില്ല. പക്ഷെ എന്നാലും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരാഴ്ച ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറുടെ അടുത്ത് പോയി നിന്നു. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ കൗണ്ടർ കൊട്ടേഷൻ എടുത്ത് അടിച്ചു കൊടുക്കുന്നത് ഇൻറ്റീരിയർ ഡിസൈനർ. അവർ അധികം ടോപ്പ് കൗണ്ടറൊന്നും അടിക്കാറില്ല, പക്ഷേ കൗണ്ടർ ടോപ്പ് ഒരുപാട് അടിക്കാറുണ്ട്. നമ്മൾ ഈ പഴയ തമാശ പറഞ്ഞാലേ കുഴപ്പമുള്ളൂ, പക്ഷേ പഴയ കാലത്തെ തമാശ പറഞ്ഞാൽ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പഴയ കാലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുക. അതായത് നമ്മൾ പഠിക്കുന്ന സ്കൂൾ അല്ലെങ്കിൽ കുട്ടിക്കാലത്തേക്ക്. ഇപ്പം കുട്ടിക്കാലത്തേക്ക് പോകുമ്പോൾ വെറുതെ പോയാൽ കാര്യമില്ല, നമുക്ക് അതിൻ്റെ കുറച്ച് ഓർമ്മകൾ വേണമല്ലോ. ആ ഓർമ്മകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കോമഡി ഐറ്റം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ എൻ്റെ പഴയ പെട്ടി ഒന്ന് തുറന്നു നോക്കി. തുറന്നപ്പോൾ തന്നെ ദേ ഇരിക്കണം ആദ്യത്തെ കോമഡി ഐറ്റം, എൻ്റെ മാർക്ക് ലിസ്റ്റ്. അതങ്ങനെ പുറത്ത് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഞാനതൊക്കെ മാറ്റി വെച്ച്. അപ്പോൾ ഇരിക്കണത് അടുത്ത സാധനം. പക്ഷെ അത് കണ്ടിട്ട് എനിക്കത്ര ചിരിയൊന്നും വന്നില്ല. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വൈഫ് പുറകെ കിടന്നേ തല കുത്തി കിടന്ന് ചിരിക്കുക. അതിട്ട് നോക്കും, എന്നെ നോക്കിയിട്ട് പറയുക പെറ്റ അമ്മായിയമ്മ സൈക്കിളിലിട്ടു എന്ന്. അതായത് എൻ്റെ അമ്മ സൈക്കിളിലെന്ന്. സാധനം എന്താണെന്നറിയാമോ? എൻ്റെ ആ സമയത്തെ ഫോട്ടോ. അതിപ്പോൾ അവിടെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. ആ ഫോട്ടോ ഞാനെങ്ങാനും ഈ LED വാളിലിട്ടാ പിന്നെ എനിക്ക് വേറൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ചിരിച്ച് മരിയും. അന്ന് എനിക്ക് ഈ പറഞ്ഞ ഗ്ലാമറോ ഹൈറ്റൊന്നും ഇല്ല, അത്ര സെറ്റപ്പ് അല്ല. പക്ഷെ ഇപ്പോഴാണെങ്കിൽ പരിപാടി മാറി. പക്ഷെ ഞാൻ അടിപൊളിയായിരുന്നു ആ പ്രായത്തിൽ. എന്ന് വെച്ചാൽ ആ കോലവും വെച്ചുകൊണ്ട് ഞാൻ എന്തോരം പെമ്പിള്ളേരെ കൊതിപ്പിച്ചേക്കണമെന്ന് അറിയാം, അതുപോലെ കൊതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു പെണ്ണിനോട് എൻ്റെ ഇഷ്ടം പറയാമെന്ന് വിചാരിച്ചു. അന്ന് ഇതുപോലെ ഭയങ്കര മഴയാണ്, കേരളം പനിച്ച് വിറയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എല്ലാവർക്കും ജലദോഷം പനി, എനിക്കും ജലദോഷം പനിയുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഈ പനിയുള്ള നമ്മുടെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളെ കാണുമ്പോൾ പ്രത്യേക ഭംഗിയാണ് ആ സമയത്ത്, മുടിയൊക്കെ ഇങ്ങനെ ഉണങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് ആ കൊച്ചിനോട് ചെറിയൊരു ഇത് തോന്നി. അപ്പം ഞങ്ങളിങ്ങനെ സ്കൂളിൻ്റെ മഴയത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എനിക്ക് അത്യാവശ്യം പനി ചെറിയ ജലദോഷമൊക്കെ ഉണ്ട്, എന്നാലും പ്രേമം തോന്നിയതല്ലേ പറഞ്ഞേക്കാന്ന് പറഞ്ഞ് ഞാൻ മെല്ലെ അവളുടെ അടുത്തേക്ക് ചെന്നു. എൻ്റെ ഉള്ളിലെ പ്രണയം മുഴുവൻ പുറത്തേക്ക് എടുത്ത് അവളോട് പറയാനായിട്ട് പോയപ്പോഴത്തേക്കും നശിച്ച സമയത്ത് ഒറ്റ തുമ്മൽ, ഭയങ്കര ജലദോഷമായിരുന്നു. ആകെ അവളുടെ മുമ്പിൽ നാറിപ്പോയി. പക്ഷെ അവൾ എനിക്ക് നമ്പർ തന്നു. ഞാൻ വലിയ നമ്പർ മേടിച്ചു. അപ്പം എന്ന് വെച്ചാൽ അന്ന് ലാൻഡ് ലൈൻ നമ്പറാണ്. അപ്പം ഞാൻ ചോദിച്ചു എപ്പോഴാണ് വിളിക്കണ്ടേന്ന് ചോദിച്ചു.
അപ്പോൾ അവൾ പറഞ്ഞു ഒരു 5 മണിക്ക് മുമ്പ് വിളിക്കണം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ വരൂലേ? അല്ലല്ല, ആ 5 മണി വരെയാ ആ വൈദ്യൻ അവിടെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ വിചാരിച്ച അവളുടെ വീട്ടിൽ നമ്പറാണെന്നല്ലേ? ഞാനും അതെ. അത് ഈ ജലദോഷത്തിന് ഒറ്റമൂലിയുള്ള ഒരു വൈദ്യൻ്റെ വൈദ്യശാലയുടെ നമ്പറാണ്. ഞാൻ തളരുമോ? ഞാൻ തളർന്നൊന്നുമില്ല. ഞാൻ പിറ്റേ ദിവസം 4:30 ആയപ്പോൾ ആ വൈദ്യൻ്റെ അടുത്ത് പോയി മരുന്നും മേടിച്ച് ജലദോഷമൊക്കെ മാറി. പിറ്റേ ദിവസം പൂർണ്ണ ഊർജ്ജസ്വലനായിട്ട് ഇവളെ വളയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ചെന്ന് അവൾ അവിടെ നിൽക്കുന്നു. ഞാൻ എൻ്റെ റൊമാൻറ്റിക് ലുക്ക് അങ്ങ് വിട്ടു. അവൾ പോയി. പിറ്റേ ദിവസം അവളുടെ അച്ഛനെ കൊണ്ട് വന്നു. ഞാൻ വിചാരിച്ചു ഒറ്റ ലുക്കിൽ തന്നെ കാര്യങ്ങൾ നടന്ന് എൻ്റെ കല്യാണം നടക്കാൻ പോവാന്ന്. പുള്ളി വന്ന് എന്നോട് ചോദിക്കുക, നീ എന്തിനാണ് എൻ്റെ കൊച്ചിനെ കോക്കരി കുത്തി കാണിച്ചത്? ഞാൻ കഷ്ടപ്പെട്ടിട്ട് എൻ്റെ ഈ റൊമാൻറ്റിക് ലുക്ക് ഇട്ടിട്ട് നിങ്ങൾ തന്നെ വീഴുക. ആ റൊമാൻറ്റിക് ലുക്കിനാണ് പുള്ളിക്കാരത്തി കോക്കരി എന്ന് പറഞ്ഞ് മനസ്സിലായി. പക്ഷേ അവളോട് എന്തോ ഒരു ലൈൻ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ അവളെ പല്ലേ ഫോളോ ചെയ്തു. അവൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ അതറിയാൻ. കൂട്ടുകാരോടൊക്കെ പറയുമല്ലോ. അങ്ങനെ ഞാൻ അവളുടെ ക്ലാസ്സിൻ്റെ സ്ക്രീനിൻ്റെ അവിടെ പോയി കാതോർത്ത് നിന്നു. അപ്പോൾ അവൾ പറയുവാണ്, എടി ആ 7ാം ക്ലാസ്സിലെ ഒരു ചെക്കൻ എന്നോട് എന്തോ ഒരു ചെറിയ ഇഷ്ടമുണ്ട്. അപ്പോൾ ആ കൂട്ടുകാരി ചോദിച്ചു, ആര്? എടി ആ 7ാം ക്ലാസ്സിൽ ഫസ്റ്റ് ബെഞ്ച് ഇരിക്കണല്ലേ? ആരാന്നേ? എടി 2ാമതിരിക്കണേ. അപ്പോൾ കൂട്ടുകാരി ചോദിച്ചു, അവന് പേരില്ലേ? പേരെനിക്കറിയില്ല. എടി നമ്മുടെ ആ ഫസ്റ്റ് ബെഞ്ചിൽ 2ാമത് പൊക്കം കുറച്ചിട്ട് മുള്ളംപൊന്ന് പോലെ മുടി വെച്ചിട്ട് കറുത്തിട്ട് പല്ല കുന്തിയ. അപ്പോൾ മറ്റേ കൊച്ചു പറയാം, ഓ നമ്മുടെ മനേഷ് മണി. അന്ന് ഞാൻ ആ ക്ലാസ്സിൽ നിന്ന് ശരിക്കും പറഞ്ഞ് ഇറങ്ങി ഓടിയത് വാതിൽ വഴിയല്ല, ജനൽ വഴിയാണ്. പക്ഷെ എനിക്ക് ഈ പൊക്കമില്ലായ്മ കൊണ്ടല്ലോ കുറേ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞാൻ അമ്മയുടെ കൂടെയൊക്കെ ചെറുപ്പത്തിൽ പോകുമ്പോഴത്തേക്കും എനിക്ക് ബസ്സിൻ്റെ ബാക്കിൽ കയറാനാണ് ഇഷ്ടം. നിഷ്കളങ്കനാണ്, എനിക്ക് ആ ഒരു പ്രിവിലേജാണ് എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ ബാക്കിൽ കയറുമ്പോഴത്തേക്കും എനിക്ക് ബാക്കിൽ നിൽക്കാനുള്ള ലുക്കില്ലെന്നും പറഞ്ഞ് ഈ അമ്മ എന്നെ പിടിച്ചുകൊണ്ട് ഫ്രണ്ടിൽ നിർത്തും. അങ്ങനെ നിന്ന് ഞാൻ ബസ്സിലെ ഫ്രണ്ടും ഒക്കെ ആയിട്ടൊന്നങ്ങ് പൊരുത്തപ്പെട്ടു. ഞാൻ പിന്നെ ബസ്സിൻ്റെ ഫ്രണ്ട് സ്ഥിരമാക്കി. കാരണം എൻ്റെ പൊക്കം അതിനെ സഹായിച്ചു. എന്തിനു പറയണത്? ഇപ്പം ഞാൻ ഈ പ്രോഗ്രാമിന് വന്നില്ലേ, അപ്പോൾ ഞാൻ ബസ്സിൻ്റെ ഫ്രണ്ടിൽ കയറി വന്നേ. എന്നോടൊരു ചേച്ചി ചോദിക്കുക, +2ൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ, നീ എവിടെ പോവാടാ മോനേന്ന്. അപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കാൻ 2 എലിജിബിലിറ്റിയാണ് വേണ്ടത്. ഒന്ന് നന്നായിട്ട് പഠിക്കണം, ഒന്ന് പൊക്കം കുറയണം. ഞാൻ എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ബെഞ്ചിലായിരിക്കണം. മനസ്സിലായി കാണുമല്ലോ എൻ്റെ റേഞ്ച് അതാണ്. ഈ പൊക്കം കുറവുള്ളതുകൊണ്ടാണ് എനിക്കൊരു ലൈവ് വീണത്. കാരണം വെച്ചാൽ ഞാൻ ഈ ഫ്രണ്ട് ബെഞ്ചിൽ എല്ലാ ക്ലാസ്സിലും ഇരിക്കണോണ്ട് അപ്പുറത്തെ ക്ലാസ്സിൽ പെങ്കൊച്ച് ഫ്രണ്ട് ഇരിക്കണോട് വിചാരിച്ചു ഞാൻ നന്നായിട്ട് പഠിക്കുമെന്ന്. ഞാൻ വിചാരിച്ചു അവൾ നന്നായിട്ട് പഠിക്കുമെന്ന്. അങ്ങനെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായേ 2 പേരും ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്നത് പഠിക്കണോണ്ടല്ല, പൊക്കം കുറവുള്ളതുകൊണ്ടാണ്. പക്ഷേ ഞങ്ങൾ തമ്മിൽ പഠിച്ചു, ഞങ്ങൾ തമ്മിൽ പ്രേമിച്ചു, ഞങ്ങളുടെ പ്രേമം വളർന്നു, ഞാൻ വളർന്നു, അവൾ കുറച്ച് കൂടുതൽ വളർന്നു പോയി. കോംപ്ലക്സ് അടിച്ചു. ഈ കോംപ്ലക്സ് മാറാനായിട്ട് ഞാൻ വുഡ്ലാൻഡിൽ കയറി. വുഡ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ബാറാന്ന്. അല്ല, നമ്മുടെ ഈ ട്രാക്ടറിൻ്റെ ചക്രം പോലത്തെ സോളുള്ള ഷൂ ഇല്ലേ, വുഡ്ലാൻഡ് ഷൂ, അതിൽ എൻ്റെ കൂട്ടുകാരനെ കൊണ്ടൊരു സ്റ്റൂള് പണിയിപ്പിച്ചിട്ട് ഞാൻ അതിൽ കയറി നിന്നിട്ട് ബാബു ആൻ്റണീനെ പോലെ അവളുടെ കൂടെ പണി. കുറച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കഷ്ടകാലത്തിന് അവൾക്ക് അമ്പലത്തിൽ പോകണം. ഓരോ ദുരാചാരങ്ങളെ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും ചെരുപ്പ് ഊരണമല്ലോ. അവൾ ചെരുപ്പ് ഊരി, ഞാൻ ഷൂയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ശരിക്കും സ്റ്റൂളിൽ നിന്ന് ഇറങ്ങിയ പോലെ ആയിപ്പോയി. അവിടെ വെച്ച് കോംപ്ലക്സ് അടിച്ച് അവൾ എന്നെ ഉപേക്ഷിച്ച് പോയി. ഞാൻ പ്രണയം കൊണ്ട് തകർന്ന് തേപ്പ് കിട്ടിയില്ല. ഞാൻ നാശിച്ച് നാളെ കുറിച്ച് എനിക്ക് സഹിക്കാൻ പറ്റില്ല എൻ്റെ പ്രണയം. അങ്ങനെ ഞാൻ ആത്മഹത്യ ചെയ്യാനൊന്ന് വിളിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് ഓടിക്കേറി എൻ്റെ ബെഡ്റൂമിൽ കയറി വാതിലടച്ചു. എൻ്റെ അമ്മേ, എൻ്റെ വിരല വാതിലിൻ്റെ ഇടയിൽ പോയി. അതുവരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പ്രേമത്തിൻ്റെ വേദനയാണ് ഏറ്റവും വലുതെന്ന്. പക്ഷേ ഉണ്ടല്ലോ, ഏറ്റവും വലിയ വേദന പ്രേമവും വിരഹമൊന്നുമല്ല, വാതിലിൻ്റെ ഇടയിൽ കൈപോയുണ്ടല്ലോ മോനെ, സഹിക്കാൻ പറ്റത്തില്ല. അതെ, എനിക്ക് ആ ശാപം കിട്ടിയിട്ടുണ്ട് കേട്ടോ, കൗണ്ടർ ശാപം. അല്ലേ, നമുക്കറിയാൻ പറ്റും. അതെ അതെ അതെ. സർ, എങ്ങനെയായിരുന്നു പെർഫോമൻസ്? മനീഷിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റം പറയാനൊന്നുമില്ല, അതാണ് വേറൊരു വിഷയം. താങ്ക് യു സാർ, താങ്ക് യു. എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ പാട്ടിന്റെ ഒരു സംഭവമില്ല, പാട്ട് അത് വളരെ നന്നായിരുന്നു. താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു. അത് ഒരു നല്ല കണ്ടുപിടുത്തമായിരുന്നു മനീഷുമായി. താങ്ക് യു സാർ. നടുവിട്ട് സാമിയും മറ്റേ മലമപ്പിത്താതെയൊക്കെ കൂടെ അറബിക്കുത്തൊക്കെ കൂടി ആ പാട്ടിന്റെ ഒരു അതൊരു നല്ല അതിനകത്തൊരു നല്ല ഒബ്സർവേഷൻ ഉണ്ട്. അത് വെറുതെ കിട്ടുന്ന ഒരു സാധനമല്ല, എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉണ്ട്. മാത്രമല്ല അതിനിടയിൽ എനിക്ക് മനീഷ് പറഞ്ഞതിനിടയിൽ എവിടെയോ കേട്ട ഒരു നല്ല രസമുള്ള ഒരു ഉഗ്ര സാധനം കേട്ട എന്താ അറിയോ, ചില പെൺപിള്ളേർക്ക് പനിയുള്ളപ്പോ കാണാൻ നല്ല ഭംഗിയാന്ന് പറഞ്ഞു. ഉഗ്ര നമ്മൾ ചിലപ്പോ നല്ല കുളിച്ച് ഒരുങ്ങിയൊക്കെ ഇരിക്കുന്നതൊക്കെ ഭംഗിയാണ്. ചില പെൺപിള്ളേർക്ക് പനി പിടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാ. നിനക്ക് നെഞ്ചുവരെയൊക്കെ എടുക്കുന്നുണ്ടല്ലോ, ആ അതും വളരെ രസമായിരുന്നു കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു. സ്റ്റാൻഡപ്പ് കോമഡി പെർഫോമൻസുമായിട്ട് എത്തുന്നു ഈ വേദിയിൽ സജേഷ് ഇലവന്തിട്ട. സ്വാഗതം. സജേഷ്
സജീഷ് എലവൻതേട്ട സ്വാഗതം. താങ്ക് യു. സുഖമായിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? വിശേഷം ഇത് തന്നെയല്ലേ പുതിയ വിശേഷം. ഇതാണ് ഇവിടെ ഏറ്റവും വന്നത് പുതിയ തന്നെ. വിശേഷം. സർ, ഇദ്ദേഹം സജീഷ് പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. ആളൊരു മിമിക്രി ആർട്ടിസ്റ്റും സ്റ്റേജ് ആർട്ടിസ്റ്റും ഒക്കെയാണ്. സ്റ്റാൻഡപ്പ് കോമഡി ഇപ്പത്തെ ആദ്യമായിട്ട് പെർഫോം ചെയ്യാൻ പോകുന്നത്. നമ്മളാണ് അതിന് വേദി ഒരുക്കി കൊടുക്കുന്നത്. അതെ സജീഷേ, എന്തോ ഇതിനു മുമ്പ് മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു അല്ലേ? മിമിക്രി ആർട്ടിസ്റ്റാണ്. ഏതെങ്കിലും ട്രൂപ്പിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ? ട്രൂപ്പില് കൊച്ചിൻ കലാദർശനിലുണ്ടായിരുന്നു, സ്റ്റേ ഇന്ത്യയിലുണ്ടായിരുന്നു, മിമിക്സ് ഭവന, തിരുവനന്തപുരം സ്കൈലാർക്ക്. മിമിക്സ് ഭാവന ഇതൊക്കെ പറഞ്ഞ ട്രൂപ്പൊക്കെ ഒരുപാട് ഷോ കളിക്കുന്ന ട്രൂപ്പാണല്ലോ. ഷോ ചെയ്തുകൊണ്ടിരുന്ന ട്രൂപ്പായിരുന്നു. ആ, കലാദർശന, പിന്നെ കൊച്ചി മിമിക്സ് മീഡിയ ഗോപൻ ചേട്ടന്റെ, ആ പിന്നെ അവിടെ ഉണ്ടായിരുന്നു. മിമിക്സ് മീഡിയ ഞാൻ കളിച്ചിട്ടുണ്ട്. ഉണ്ട്. അപ്പൊ പിന്നെ കൊച്ചിൻ കാസിനോ, ആ. അങ്ങനെ ഒരു കുറച്ച് സമിതി. അപ്പം നല്ല എത്ര വർഷമായി സർവീസ് തുടങ്ങിയിട്ട്? 16 വർഷമായി. 16 വർഷം കൊണ്ട് ഇക്കാന്റെ ട്രൂപ്പിലൊക്കെ കളിച്ചു. അതെ. എന്തായിരുന്നു മിമിക്രിയിൽ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ സ്റ്റാർ ചെയ്യുമായിരുന്നു, പിന്നെ സ്കിറ്റ് കളിക്കുമായിരുന്നു, പിന്നെ കോമ്പയർ ചെയ്യുമായിരുന്നു, ആങ്കർ ചെയ്യുമായിരുന്നു. സ്റ്റാർ ആരൊക്കെ ചെയ്തോണ്ടിരുന്നത്? സ്റ്റാർ അന്നൊക്കെ ചേട്ടൻ്റെ ഒക്കെ സാറിന്റെ ശബ്ദമൊക്കെ ആയിരുന്നു അന്നൊക്കെ ചെയ്തോണ്ടിരുന്നത്. ഇപ്പം ഹരീഷ് പേരടി, പിന്നെ മിന്നൽ മുരളിയിലെ ഷിബു സോമസുന്ദരം, ഗുരു സോമസുന്ദരത്തിന്റെ ഗുരു സോമസുന്ദരത്തിന്റെ നനക്കുമല്ല ജന്മം തന്നൊരമ്മ, അവരെ ആരെങ്കിലും ബ്രാൻഡിനെ വിളിച്ചാൽ നിനക്ക് നോവില്ലേ? എനിക്ക് നോവും. എൻ്റെ അമ്മ ചത്തപ്പോ അച്ഛനൊരു കുഴി വെട്ടിമൂടി എങ്ങോട്ടും ഓടിപ്പോയി. 3-4 ദിവസം ഞാൻ പട്ടിണി കിടന്നു. ആരും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. പൈത്തിക്കാരി പാറുവിൻ്റെ മോൻ പട്ടിണി കിടന്ന് ചാവട്ടെ എന്ന് നാട്ടുകാർ വിചാരിച്ചു കാണും. അപ്പോ ഒരു പാത്രം ചോറ് കൊണ്ട് എന്നെ അടുത്തിരുത്തിയവളാണ് ഉഷ. അവള് കാണിച്ച ദയ പിന്നെ ആരും എന്നോട് കാണിച്ചിട്ടില്ല. ഇനി ഞങ്ങൾക്ക് ജീവിക്കണം ദാസ, അതിന് നീ ഉണ്ടാകാൻ പാടില്ല. നാട്ടുകാരെ ഓടി വരണേ, കടക്ക് തീ പിടിച്ച്. നാട്ടുകാരെ ഓടി വരണേ, കടക്ക് തീ പിടിച്ച്. നാട്ടുകാരെ ഓടി വരണേ, കടക്ക് തീ പിടിച്ച്. താങ്ക് യു. അടിപൊളി, സൂപ്പർ. താങ്ക് യു. അപ്പോ നമുക്ക് പെർഫോമൻസ് കാണാം. ആണ്, തീർച്ചയായിട്ടും. നമസ്കാരം. നിങ്ങളുടെ എല്ലാവരുടെ ഹീറോ നിങ്ങളുടെ അച്ഛനല്ലേ? അതുപോലെ തന്നെ എൻ്റെ ഹീറോയും എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വിശ്വരാജനെ കുറിച്ച് പറയണം. ആരാണ് ഈ വിശ്വരാജൻ? നിങ്ങൾക്ക് ചെറിയൊരു സംശയം തോന്നിയില്ലേ? പറയാം. പാത്തുമ്മയ്ക്ക് ഒരു ആടുണ്ടായിരുന്നു, എൻ്റെ ഉപ്പുപ്പന ഒരു ആനയുണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ എൻ്റെ അച്ഛനൊരു പട്ടി ഉണ്ടായിരുന്നു. അത് ഞാനല്ല കേട്ടോ, അവന് അച്ഛനിട്ട പേരാണ് വിശ്വരാജൻ. സാധാരണ ഈ പട്ടിക്കൊക്കെ ടൈഗർ, ലൂസി, അപ്പു, കിപ്പു ഇങ്ങനെയൊക്കെയാ പേരിടാറ്. എൻ്റെ അച്ഛൻ എന്തുകൊണ്ടാണ് ഈ പട്ടിക്ക് വിശ്വരാജൻ എന്ന് പേരിട്ടറിയോ? എൻ്റെ അച്ഛൻ നല്ല ഒന്നാം തരം ഒരു തേപ്പുകാരനായിരുന്നു. അല്ല, നിങ്ങൾ ഉദ്ദേശിച്ച തേപ്പല്ല, എൻ്റെ അച്ഛൻ നല്ല ഒന്നാം തരം മേശരിയായിരുന്നു. അപ്പൊ അച്ഛൻ്റെ കൂട്ടത്തിൽ ഈ മേശരി പണിക്ക് പോകുമ്പോൾ ഒരു കയ്യാളുണ്ട് കൂടെ. ആരാന്നറിയോ? തമിഴ്നാട്ടുകാരനായി വിശ്വരാജൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും നല്ല ആത്മാർത്ഥമായിട്ടുള്ള കൂട്ടുകാരാ. ഒരിക്കലും വിട പറയാത്ത നല്ല ചങ്കുകളായിരുന്നു. പക്ഷെ എന്തിൻ്റെയോ പേരിൽ ഇവർ തമ്മിലൊന്ന് തെറ്റി. കാരണം ഇത്രയേ ഉള്ളൂ, ഒരു 1-ാം തീയതി ദിവസം രണ്ടുപേരും കൂടി ഷെയർ ഇട്ടൊരു പൈൻ്റ് എടുത്ത് അവസാനത്തെ പെഗ് ലൗസിപ്പ് അടിച്ചപ്പോൾ അച്ഛൻ്റെ അളവ് കുറഞ്ഞു പോയെന്നും പറഞ്ഞാണ് ഇവർ തമ്മിൽ പിരിഞ്ഞത്. അങ്ങനെ അച്ഛൻ ആ ദേഷ്യത്തിന് ഇട്ട പേരാണ് വിശ്വരാജൻ. അപ്പോൾ ഈ വിശ്വരാജൻ എൻ്റെ വീട്ടിലേക്ക് വന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര രസമാണ്. സാധാരണ ഈ മിമിക്രിക്കാർക്ക് പെണ്ണ് കിട്ടത്തില്ലെന്നാണ് പൊതുവെ ഉള്ള ധാരണ. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ കാര്യം. ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ ഏകദേശം ഒരു 10-12 പെണ്ണോളം കണ്ട്, ഒന്നും സെറ്റായില്ല. ഈ കാണുന്ന പെണ്ണുങ്ങളെല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ ഒരൊറ്റ പെണ്ണിനും എന്നെ ഇഷ്ടപ്പെടുന്നില്ല. എന്താ കാരണം? ഈ നത്തുറിഞ്ചി പോലെ ഇരിക്കുന്ന എന്നെ കണ്ടു കഴിഞ്ഞ് ഏതെങ്കിലും പെണ്ണ് ഇഷ്ടപ്പെടുവോ? അതാണ് കാരണം. അതും പോരാഞ്ഞിട്ട് എൻ്റെ ഈ വിഷമം കണ്ടപ്പം അച്ഛന് വളരെ വിഷമമായി. അച്ഛൻ എന്നെയും കൊണ്ട് നേരെ ഒരു ജോൾസിൻ്റെ അടുത്തേക്ക്, എന്താണ് ഈ ചെറുക്കന് വല്ല ചൊവ്വാദോഷമോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കാരണമാണ് അച്ഛൻ നേരെ എന്നെ ജോൾസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ജോൾസിന് അപ്പം തന്നെ അതിന് പ്രശ്നത്തിനൊരു പരിഹാരം കണ്ട്, നിങ്ങൾ വീട്ടിൽ നല്ലൊരു പട്ടിയെ വളർത്തിയാൽ മതി, ഇവൻ്റെ സകല പ്രശ്നങ്ങളും തീരുമെന്ന്. ഞാൻ ഞെട്ടി, എൻ്റെ അച്ഛനും ഞെട്ടി. അച്ഛൻ ജോൾസിനോട് കാരണം ചോദിച്ചു. അപ്പോൾ ജോൾസിൻ പറഞ്ഞതാണ്, കഴിഞ്ഞ കന്നിമാസം ഇവനൊരു പെമ്പട്ടിയെ കല്ലെടുത്തെറിഞ്ഞ് അതിൻ്റെ ശാപമാണ് ഇവന് കല്യാണവും നടക്കാതെയെന്ന്. എൻ്റെ അച്ഛനാണെങ്കിൽ വളരെ ആലോചിച്ചു. ഇനിയിപ്പോൾ പട്ടിയെ വളർത്തണല്ലോ, എവിടുന്ന് കിട്ടും പട്ടി? ജോൾസിൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ തരാന്ന്. എൻ്റെ പൊന്ന് ചേട്ടാ, ജോൾസിന് നല്ല 1-ാം തരം പട്ടിയുടെ ബിസിനസ് ആയിരുന്നു. അത് എനിക്ക് മനസ്സിലായി, പക്ഷെ പാവം പിടിച്ച് എൻ്റെ അച്ഛന് മനസ്സിലായില്ല. അതാണ് സംഭവം. ഇപ്പം സാധാരണ ഇത്രയും വിലയുള്ള ഏകദേശം ഒരു 12,000 രൂപ കൊടുത്താണ് പട്ടിയെ മേടിച്ചത്. ഈ ഇത്രയും വിലയുള്ള പട്ടിയും കൊണ്ട് വരുമ്പോൾ വീട്ടിലെ സ്ത്രീകൾക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. എൻ്റെ അമ്മ ഒരു അക്ഷരം വേണ്ടിയില്ല. കാരണം എന്താ? എൻ്റെ അമ്മയോട് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എന്നാന്നറിയോ? ഏതായാലും 3-4 പട്ടികൾക്ക് ഞാനിവിടെ വെച്ച് വിളമ്പുന്നുണ്ട്, ഇനി ഈ ഒരു പട്ടിക്ക് കൂടി വെച്ച് വിളമ്പുന്നതിന് എനിക്ക് യാതൊരു പ്രശ്നമില്ല മോനെന്നാണ് പറഞ്ഞത്. ഈ വിശ്വരാജൻ വളർന്നപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമായി മാറി. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് വീട്ടിലൊരു ചെരുപ്പ് കാണാതെ പോയി പറഞ്ഞാൽ അച്ഛൻ പറയും ആ പട്ടിയുടെ മോൻ എടുത്തുകൊണ്ട് പോയെന്ന്. അച്ഛൻ്റെ പോക്കറ്റിൽ പൈസ കാണാതെ പോയി കഴിഞ്ഞാൽ അച്ഛൻ പറയാം നായൻ്റെ മോൻ എടുത്തുകൊണ്ട് പോയി. ഇതും പോരാഞ്ഞിട്ട് സാധാരണ എല്ലാ പട്ടികൾക്കും വികാരവും വിചാരവും ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു വികാരം. അല്ല സോറി, എൻ്റെ അച്ഛൻ്റെ പട്ടിക്കും ഉണ്ടായിരുന്നു വികാരം വിശ്വരാജന്. ചിങ്ങം, കന്നി, തുലാം, ധനു, മകരം, കുംഭം, മീനം ഇങ്ങനെ മാസങ്ങൾ പലതുണ്ടെങ്കിലും വിശ്വരാജനെ സംബന്ധിച്ചിടത്തോളം
ഇതിനകത്ത് ഒരു മാസം വളരെ വേദനാജനകമായിരുന്നു കന്നിമാസം ആകുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയാം അച്ഛൻ ഈ വിശ്വരാജനെ പിടിച്ച് കെട്ടിയങ്ങിടും. എന്താ മറ്റേ വിശ്വരാജനോടുള്ള കലിപ്പിൽ ആ ലൗസിപ്പിന്റെ പ്രശ്നത്തിൽ അച്ഛൻ പിടിച്ചാൽ കെട്ടിയിടും. ഇവന്റെ ലൗകിക ജീവിതമല്ല ഇവിടെ അവസാനിച്ചു എന്നും കരുതി വിശ്വരാജൻ അവന്റെ വേദനകളും യാതനകളും ഒക്കെ അവിടെ മോങ്ങി തീർക്കുക ചെയ്യാറ്. അങ്ങനെ എങ്ങനെങ്കിലും ഇവന് ഇവിടുന്ന് രക്ഷപ്പെടണം, അച്ഛൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. അച്ഛൻ ഇവനെ തേക്കുകയാണെന്ന് ഇവന് മനസ്സിലായി. അങ്ങനെ വീണ്ടും ഒരു കന്നിമാസം എത്തി. അച്ഛൻ പഴയതുപോലെ ചങ്ങലയും മേടിച്ചുകൊണ്ട് വരുന്നത് ഇവൻ കണ്ട്. ഇവൻ ഓടി, അച്ഛനും പുറകെ ഓടി എന്ന് പറഞ്ഞ് ഒന്നൊന്നര ഓട്ടം ഓടുന്നത്. എൻ്റെ പൊന്ന് ചേട്ടാ, ഈ ഓട്ടത്തിൽ ഇവർ രണ്ടുപേരെയും കൂടെ ഒളിമ്പിക്സിന് വിട്ടായിരുന്നു ആ മെഡലിങ്ങി പോകുന്നതിന്. അമ്മാതിരി ഓട്ടം ഓടി. അതും പോരാഞ്ഞിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വിശ്വരാജൻ തിരിച്ചു വന്ന വരവൊന്ന് കാണണ്ടയായിരുന്നു. എൻഫീൽഡ് പോലിരുന്ന് വിശ്വരാജൻ തിരിച്ചു വന്നിട്ട് M80 കണക്കായി അമ്മാതിരിയായിപ്പോയി. അങ്ങനെ അച്ഛനൊന്നും മിണ്ടിയില്ല. വിശ്വരാജൻ വന്നപ്പോൾ വിളിച്ച് വീട്ടിൽ കയറ്റി. അച്ഛൻ ആ പഴയ തുടലെടുത്ത് വിശ്വരാജൻ്റെ കഴുത്തെ കെട്ടി നേരെ കൊണ്ടുപോയി മൃഗാശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞ് അപ്പോൾ അവിടെ വെച്ച് അവൻ്റെ പലതും നഷ്ടപ്പെട്ടു. അങ്ങനെ ഇതിൻ്റെ വിഷമത്തിൽ അച്ഛന് ചെയ്തത് വലിയ പാവമാണെന്ന് അച്ഛന് മനസ്സിലായി. കാരണം ഒരു ഇതൊക്കെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ചെയ്തപ്പോൾ വലിയ പാവമാണെന്ന് അച്ഛന് മനസ്സിലായപ്പം അച്ഛന് മാനസികമായിട്ട് ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ്, എടാ മക്കളെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു തീർത്ഥാടനത്തിന് പോകാം. അതാ പഴനി, രാമേശ്വരം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തീർത്ഥാടനത്തിന് പോകാം. അങ്ങനെ ഞങ്ങൾ പഴനിയിലേക്ക് പോയി. തമിഴ്നാടിൻ്റെ ഏകദേശം ഒരു ഭാഗം എത്തിയപ്പോഴത്തെ ചായ കുടിക്കാൻ കയറി. ചായ കുടിക്കാൻ കയറിയപ്പോഴാണ് ഭയങ്കര രസം. അവിടെ നിൽക്കും നമ്മുടെ ഒറിജിനൽ വിശ്വരാജൻ. പുള്ളിക്കാരൻ അവിടെ നിന്ന് ചായ അടിക്കുകയാണ്. അങ്ങനെ അച്ഛനെ കണ്ടതും വിശ്വരാജൻ ഓടി വന്ന്, അണ്ണേ എന്നെ മന്നിച്ചിടണ്ണേ, ഞാൻ പെരിയ തെറ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞ് അച്ഛനെ വന്ന് കെട്ടിപ്പിടിക്കും, ഉമ്മ വെക്കുകയൊക്കെ ചെയ്ത്. അച്ഛന് വളരെ വിഷമം തോന്നി. രണ്ടുപേരും കൂടി നേരെ ചെന്ന് അടുത്തുള്ള ബിവറേജ് ചെന്ന് ഒരു കുറഞ്ഞ പയൻ്റെ എടുത്ത് രണ്ടുപേരും കൂടി അവിടെ അടിച്ച് വിശ്വരാജൻ ഇച്ചിരി കൂടുതൽ അച്ഛനെ ഒടിച്ച് ആ പഴയ കണക്കങ്ങ് തീർത്ത് നേരെ വിശ്വരാജൻ അച്ഛനെയും കൊണ്ട് വിശ്വരാജൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് ആ നഗ്നമായ സത്യം അച്ഛൻ മനസ്സിലാക്കിയത്. വിശ്വരാജൻ്റെ വീട്ടിലെ പട്ടിക്ക് അച്ഛൻ്റെ പേരായിരുന്നു സരസൻ. സർ, എങ്ങനെയായിരുന്നു പെർഫോമൻസ്? അദ്ദേഹം വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പട്ടിയെ പിടിച്ചൊരു സംഭവം ചെയ്തത് വളരെ വളരെ രസകരമായിരുന്നു. അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ പേര് പട്ടിക്കിടുന്നതും അവസാനം മറ്റേ തിരിച്ച് മറ്റേ പട്ടിയുടെ പേരിട്ടതും എല്ലാം കൂടെ കൂടി അത് നല്ല ക്ലൈമാക്സ് ആയിരുന്നു. നമ്മൾ തീരെ അങ്ങനെ ഒരു ട്വിസ്റ്റ് നിങ്ങളുടെ ക്ലൈമാക്സ് പ്രതീക്ഷിച്ചില്ല. പിന്നെ ഈ പട്ടിക്ക് പേരിടുന്നതിനകത്ത് ഈ ജീവികളെ വിളിച്ചിട്ട് അതിന് പേരിടുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ വലിയ ആനന്ദം പലതരത്തിൽ കണ്ടെത്തുന്നവരുണ്ട്, എനിക്കറിയാവുന്നവരുണ്ട്. എന്റെ കൂട്ടുകാരൻ പണ്ട് അവനൊരു പെണ്ണിനോട് ഭയങ്കര പ്രണയമായിരുന്നു. ആ പെണ്ണ് എടുക്കുന്നില്ല. അവസാനം ഇവന്റെ വീട്ടിലൊരു തലേണയ്ക്ക് അവന്റെ പേര് ഇട്ടേക്കുന്നത്. എന്നും ആ തലേണം കെട്ടിപ്പിടിച്ച് എന്നിട്ട് കിടക്കുന്നത്. ആ തലേണ അമ്മ അലക്കാൻ പോലും എടുക്കുകയല്ല. അങ്ങനെ ചിലര് ദേഷ്യം ഉള്ളവർക്ക് ജീവികളുടെ പേരിട്ടിട്ട് അതിനെ ചീത്ത വിളിക്കുക. പിന്നെ മിമിക്രിക്കാരന് പെണ്ണ് കിട്ടൂല എന്നൊക്കെ പറഞ്ഞ കഥകളൊക്കെ എനിക്ക് ആർക്കും മനസ്സിലായില്ലെങ്കിൽ എനിക്കത് മനസ്സിലാവും കേട്ടാ. അതൊക്കെ വളരെ ഗംഭീരമായി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ടൈം വേർഷൻ 2.0 അടുത്തതായി എക്സലൻസ് അവാർഡ് എന്ന സെഗ്മെന്റ് ആണ്. ഈ സെഗ്മെന്റിൽ നമ്മുടെ അതിഥിയായി എത്തുന്ന താരം മിമിക്രി കലാരംഗത്ത് കഴിഞ്ഞ് 20 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള, നമുക്ക് അദ്ദേഹത്തെ ടെലിവിഷൻ പരിപാടികളിലൂടെയൊക്കെ ഏറെ സുപരിചിതനാണ്. ഒരു ഗായകനാണ്, മിമിക്രി കൈകാര്യം ചെയ്യും, കല കൊണ്ട് ഏറെ സമ്പന്നനായ ശ്രീ വിനോദ് ഗിന്നസ്. വിനോദ് വളരെ വർഷങ്ങളായിട്ട് എനിക്ക് അടുപ്പമുള്ള ഒരു കലാകാരനാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്. വിനോദിന്റെ ഒരു നന്മ മനസ്സിലാക്കാൻ ഞാൻ ചെറിയൊരു കഥ. എൻ്റെ പഞ്ചവർണ്ണ തത്ത എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്ത് ഞാൻ KS പ്രസാദേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രസാദേട്ടൻ ഒരുപാട് കലാകാരന്മാരെ കൊണ്ട് ലോകം മുഴുവൻ പോയിട്ടുള്ള ആളാണ്, ഒരുപാട് കലാകാരന്മാർക്ക് അവസരങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള കലാകാരനാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ സിനിമയിൽ ഏതെങ്കിലും ഒരു ചെറിയ വേഷം നിങ്ങൾ ചെയ്യുമോ, പ്രസാദേട്ടൻ ചെയ്യുമോ? അത് വെറുതെ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ്. നിങ്ങൾ മിമിക്രി എന്നും പറഞ്ഞ് ആദ്യം നിരന്ന് നിന്ന 4 പേരിൽ ഒരാളല്ലേ, ഒരു ചെറിയ വേഷം ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങനൊരു വേഷം നീ എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വേഷം എനിക്ക് തരണ്ട, ഞാൻ പറയുന്ന ഒരാൾക്ക് നിനക്ക് കൊടുക്കാൻ പറ്റുമോ എന്നും ചോദിച്ചിട്ട് ആ വേഷം ചെയ്ത ആളാണ് വിനോദ് ഗിന്നസ് എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് താങ്ക്സ് വിഷ്ണുവിനോടുണ്ട്. കാരണം എനിക്ക് ആദ്യമായിട്ട് ഒരു പ്രതിഫലം കിട്ടുന്ന ഒരു സിനിമയും പഞ്ചവർണ്ണ തത്തയാണ്. ഫ്രീ ആയിട്ട് ആ പടത്തിൽ ആരും അഭിനയിച്ചിട്ടില്ല. അപ്പോ വിനോദിന്റെ പേര് പറയാൻ മാത്രമുള്ള നന്മയുള്ള ഒരാളാണ് വിനോദ്. വിനോദ് ഒരു കഠിനാധ്വാനിയാണ്. വിനോദിന് മിമിക്രി ഒരു തരി കുറയുന്നു എന്ന് തോന്നിയാൽ വിനോദ് വണ്ടി ഓടിക്കാൻ പോകും. വിനോദ് വണ്ടി ഓടിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് പ്രോഗ്രാമിന് വരും. ഇത് രണ്ടും അല്ലാത്ത സമയത്ത് സീരിയലുകളുടെ പ്രൊഡക്ഷൻ വർക്കിന് പോകും. അതായത്
ചിലർ ഞാനൊരു കലാകാരനാണ് എന്നൊരു തീരുമാനമായി കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു പണിക്കും പോകാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ വിനോദ് അങ്ങനെയല്ല. നല്ല കഠിനാധ്വാനം ചെയ്യുന്ന ഒരു കലാകാരനാണ് വിനോദ്. ഹർഭജൻ സിംഗ് എന്ന് പറയുന്ന ക്രിക്കറ്റ് കളിക്കാരന്റെ രൂപഭാവങ്ങൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എവിടെയോ ഒരു നല്ല കുട്ടി ഇയാൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അതാണ് ഈ താമസം. താങ്ക് യു സർ. നല്ല ആള് വരും. വിനോദ് ഒരു നല്ല ആളാട്ടോ. പിഷാരനെ പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കുന്നു. അത് കാരണം ഞാൻ പറയുന്നു അടുത്ത് തന്നെ വരും. ജനാർദ്ദൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൺഫ്യൂഷൻ ഇല്ല വിനോദേ. അതിനൊരു തീരുമാനം വലിയ താമസം ഇല്ലാതെ അങ്ങ് ആവും കേട്ടോ. ഞങ്ങളൊക്കെ വരും. എന്നിട്ട് വിനോദ് എത്ര വർഷം ഗിന്നസിൽ ഞാൻ ഗിന്നസിൽ 14 വർഷമായിട്ട് നിൽക്കുന്നുണ്ട്. മിമിക്രിയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ട ആളാണ്? ഞാൻ ഹർഭജൻ സിംഗിന്, ഇന്ദ്രൻസ്, ബാബു നമ്പൂതിരി, ശ്രീ രവിശങ്കർ ഇവരുടെയൊക്കെ ഫിഗറുകളും സൗണ്ട് എടുത്താണ് വന്നത്. പിന്നെ ആദ്യ കാലഘട്ടത്തിൽ മിമിസ് ഗാനമേള ഉണ്ടായിരുന്നു. മിമിസ് ഗാനമേളയിൽ ഞാൻ മ്യൂസിക് ചെയ്ത് സ്ട്രിങ്സ് വായിച്ചാണ് നമ്മൾ വന്നിട്ട്. പിന്നെ അത് കോമഡിയായി, പിന്നെ ഫിഗർ ഓരോരുത്തർ കാണുമ്പോൾ ഇങ്ങനെ പറയുക. അന്ന് താടി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ താടിയൊക്കെ പഠിച്ചോണ്ട് ശ്രീ രവിശങ്കർ ആയിട്ടൊക്കെ താടിയൊക്കെ വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ചായയായിരുന്നു. ഞാൻ സ്റ്റേജിൽ വലിയ കൈഡി കിട്ടുന്ന ഐറ്റം ആയിരുന്നു. അതല്ല അല്ലേ? ശബ്ദങ്ങൾ ആരൊക്കെയായിരുന്നു അനുകരിച്ചിരുന്നത്? ശബ്ദം ഇന്ദ്രൻ സേട്ടന്റെയും പിന്നെ ബാബു നമ്പൂതിരി. ഏതാ നമുക്ക് ഒരു ചെറുത് കേൾപ്പിക്കാൻ പറ്റുമോ? സത്യത്തിൽ പാഞ്ചാലിക്കുട്ടിന്ന് കേട്ടപ്പോഴേ എന്റെ കരളൊന്ന് പഠിച്ചതാ. 5 പേരെ ഭർത്താവായി വാഴിക്കാന്ന് വെച്ചാൽ അത് ഭയങ്കരം തന്നെ. അപ്പൊ ഞാൻ പോയിട്ട് പിന്നെ വരാം. പിന്നെ ഇന്ദ്രൻ സൈഡിന്റെ ആട് 2-ൽ ഒരു ഡയലോഗ് ഉണ്ട്. ഹലോ, സമരമെന്ന് പറഞ്ഞ് കുറ്റിക്കാട്ട് നടന്നു എന്നെ കൊണ്ട് പറയിക്കണ്ട. അത് പറഞ്ഞപ്പോ എന്താടോ തന്റെ മുഖം ഒന്ന് ചൊളിങ്ങിപ്പോയത്? എന്താടോ തന്റെ നെറ്റിക്കൊരു തിലവുക്കുറി? അത് പാറ്റച്ചിഹ്നം പോലെ ഉണ്ടല്ലോ. ഏറ്റവും പുതിയ വിശേഷങ്ങളുണ്ടല്ലോ, ഒരു ട്രൂപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു കേട്ടു. ട്രൂപ്പ് എന്ന് പറയുമ്പോൾ അത് നാടകവും അല്ല, ഗാനമേളയല്ല, നാടൻപാട്ടും അല്ല, പിന്നെ മ്യൂസിക്കൽ ബാൻഡും അല്ല. ഒരു വേറിട്ട ഒരു കലാരൂപം. അതെന്താ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുള്ളൂ. അതിന്റെ പേര് ഞാൻ കൊടുത്തേക്കുന്ന ടപ്പാങ്കൂത്ത് എന്നാണ്. ടപ്പാങ്കൂത്ത് എന്ന് പറഞ്ഞാൽ 2-2.5 മണിക്കൂർ ആളുകളെ എൻജോയ്മെന്റ് ചെയ്യുക. മ്യൂസിക്കൽ കൊണ്ട് എൻജോയ്മെന്റ്. അതിനകത്ത് നാടൻപാട്ട്, സിനിമ ഗാനങ്ങൾ എല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു അവിയല് പരിപാടിയാണ്. എല്ലാം കൂടെ കലക്കി എല്ലാം കൂടെ. അതെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി സംഭവമാണ്. അത് നമ്മളൊരു ഷാപ്പിൽ ചെന്നിരിക്കുമ്പോൾ നമുക്കൊരു പാട്ട് പാടണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടുത്തെ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഡെസ്ക്, പിന്നെ പാത്രങ്ങൾ, ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ താളത്തിലല്ലേ പാടുന്നത്. പാട്ട് കറക്റ്റ് ആയിരിക്കും, പക്ഷെ താളം നമ്മുടെ ആയിരിക്കും. പക്ഷെ അതുപോലെ സംഭവമാണിത്. താളം നമ്മുടെ, പാട്ട് കറക്റ്റായിട്ട് കയറിപ്പോവും. അങ്ങനെ ഒരു സാധനമാണ്. അതിപ്പോ റിഹേഴ്സൽ തുടങ്ങി. എന്റെ ഒരു ചെറിയ റീമിക്സ് പരിപാടിയാണത്. താളം നിങ്ങളുടെ, പാട്ട് വേറെ വഴിക്ക് പോകും. കള്ളും കപ്പയും കരിമീനും ഒക്കെ സ്റ്റേജിൽ കൊടുക്കുവോ? ഓഡിയൻസിന് നന്നായിരിക്കും. രണ്ടായാലും വിനോദ് ഭായി, നിങ്ങൾ അനുകരിച്ച ശബ്ദങ്ങൾ, നിങ്ങളുടെ ഇപ്പം വീണ്ടും ഒരു ഡപ്പാങ്കൂത്ത് എന്ന് പറഞ്ഞ ഒരു ട്രൂപ്പ് തുടങ്ങുമ്പം പരമ്പരാഗതമായി നമ്മൾ ട്രൂപ്പിന്റെ പേരെന്ന് പറഞ്ഞാൽ ഓണാട്ടുകര ജംഗ്ഷൻ എന്നാണ്. ഞാനും സിയാദ് ഗിന്നസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരോടാണ് ചെയ്യുന്നത്. അപ്പൊ ആ ട്രൂപ്പിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ചില അമ്പല കമ്മിറ്റിക്കാരൊക്കെ ചോദിക്കും ആരെങ്കിലും ഒക്കെ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുമോന്ന്. അപ്പൊ ഒരു വിളിച്ചാ ഓടിയെത്തണം. ഗസ്റ്റിന് കയറി വരാവുന്ന, ആർക്കും വേണമല്ലോ, അടുത്ത ഓഡിയൻസിന് വരെ കയറാവുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ രീതിയിലാണ് ചെയ്യുന്നത്. വെരി ഗുഡ്, ഓൾ ദ ബെസ്റ്റ്. പിന്നീടായിട്ട് നല്ലൊരു ഗായകനാണ്. നന്നായിട്ട് നല്ല ഗായകനൊന്നും അല്ല, നന്നായിട്ട് നാടൻ പാട്ട് പാടും. നാടൻ പാട്ട് ചെറുതായിട്ട് പാടും. നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടില്ലേ? പാടാം. അന്തിക്കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങളെ അമ്മയെ നോക്കിയിരുന്നേ. എണ്ണക്കറുപ്പുള്ളൻ്റെ അമ്മ മുന്നാടി നെല്ലും പറിച്ചോണ്ടും വന്നേ. അന്തിക്കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങളെ അമ്മയെ നോക്കിയിരുന്നേ. എണ്ണക്കറുപ്പുള്ളൻ്റെ അമ്മ മുന്നാടി നെല്ലും പറിച്ചോണ്ടും വന്നേ. തകതാര തകതാര ദിത്തൈ താരാരോ, തകതാര താര താര ദിത്തൈ താരാരോ, തകതകതാര തകതാര ദിത്തൈ താരാരോ, തകതാര താര താര ദിത്തൈ താരാരോ. അന്തിക്കണ്ണെത്തുന്ന നേരത്തെ ഞങ്ങളെ അമ്മയെ നോക്കിയിരുന്നേ. എണ്ണക്കാറുപ്പുള്ളൻ്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചോണ്ടും വന്നേ. കലത്തിലെ വെള്ളം തിളപ്പിച്ച് എന്നമ്മ മുന്നാഴി വിട്ടെറിഞ്ഞേ. അടുപ്പിന് ചുറ്റിനും കുഞ്ഞുങ്ങളെല്ലാരും കാക്കയെ പോലെ കരഞ്ഞേ.
കലത്തിലെ വെള്ളം തിളപ്പിച്ച് എന്നമ്മ മുന്നാഴി വിട്ടെറിഞ്ഞേ. അടുപ്പിന് ചുറ്റിനും കുഞ്ഞുങ്ങളെല്ലാരും കാക്കയെ പോലെ കരഞ്ഞേ. തകതാര തകതാര ദിത്തൈ താരാരാരോ, തകതാര താര താര ദിത്തൈ താരാരാരോ, തകതകതാര തകതാര ദിത്തൈ താരാരാരോ, തകതാര താര താര ദിത്തൈ താരാരാരോ, തകതകതാര തകതാര ദിത്തൈ താരാരാരോ, തകതാര താര താര ദിത്തൈ താരാരാരോ, തകതകതാര തകതാര ദിത്തൈ താരാരാരോ, തകതാര താര ദിത്തൈ താരാരാരോ. അപ്പോ വിനോദേട്ട, ഓണാട്ടൂര ജംഗ്ഷന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്നായി തന്നെ അത് സക്സസ്ഫുൾ ആവട്ടെ. വൺസ് അപ്പോൺ എ ടൈമിന്റെ വേദിയിൽ എത്തിയതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഒരു സ്നേഹാദരം തീർച്ചയായിട്ടും ഏറ്റുവാങ്ങണം. അത് അദ്ദേഹത്തിന് നൽകാനായിട്ട് രമേശ് ഏട്ടനെ ക്ഷണിക്കുന്നു. ഒപ്പം നമുക്കേറെ പ്രിയങ്കരനായ ജനാർദ്ദൻ സാറിനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ്. ശ്രീ വിനോദ് ഗിന്നസ് നല്ലൊരു വ്യക്തി, നല്ലൊരു കലാപ്രതിഭ. ഒരുപാട് കലയുടെ സമസ്ത മേഖലകളിൽ അദ്ദേഹം ഗായകനാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്, ഫിഗർ ഷോകൾ അവതരിപ്പിക്കുന്നു, ഇപ്പോഴൊരു ട്രൂപ്പിന്റെ ഉടമ കൂടിയായി മാറിയിരിക്കുന്നു. കലയും കലയേതര പ്രവർത്തനങ്ങളും എല്ലാം അവതരിപ്പിച്ചുകൊണ്ട് സ്വന്തമായൊരിടം തേടിയുണ്ടാക്കി അതിൽ സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു മികച്ച പ്രതിഭയാണ് വിനോദ് ഗിന്നസ്. അദ്ദേഹം സാന്നിധ്യം കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിനെ ധന്യമായിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഞങ്ങളുടെ വക ഒരു ചെറിയ ഉപഹാരം. സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് മനീഷ് മണി, സജീഷ് എന്നിവരാണ് ഇന്ന് പെർഫോം ചെയ്തത്. ഇവരിൽ ആരാണ് ബെസ്റ്റ് പെർഫോമർ? നമുക്കറിയാം. രണ്ടുപേരെയും അതിനായിട്ട് ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. രണ്ട് മികച്ച പ്രകടനങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. പലപ്പോഴും പറയുന്നത് പോലെ ഈ വേദിയിൽ ഈ ഷൂട്ടിംഗ് സമയത്തുള്ള അവരുടെ പ്രകടനങ്ങളാണ് എപ്പോഴും ഇതിലൊരു മികച്ച പ്രതിഭയെ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ മാനദണ്ഡമാക്കുന്നത്. ഇന്നത്തെ ഈ രണ്ടുപേരുടെയും പ്രകടനങ്ങൾ ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. രണ്ടുപേരും ഒരു തുടക്കവും ഒടുക്കവും ഒരു ആദ്യമധ്യാന്തമുള്ള അവതരണമാണ് നമുക്ക് മുന്നിൽ കാഴ്ചവെച്ചത്. ഇന്നത്തെ ഈ രണ്ട് പ്രകടനങ്ങളിൽ രണ്ട് വിജയികളിൽ കുറച്ചുകൂടെ മുന്നിട്ട് നിൽക്കുന്നത് മനീഷ് മണി. Once Upon a Time വേർഷൻ 2.0 ഒരു ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിലൂടെ. Until then, bye bye.